നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. അഗ്രജനായ വൈശ്രവണനെ ഇങ്ങനെ വിജയിച്ച നിശാചര ചക്രവർത്തി സുബ്രഹ്മണ്യ സ്വാമി തിരു അവതാരം ചെയ്ത ആ വലിയ അമർക്കാട്ടിലേക്ക് പ്രവേശിച്ചു. പൊന്നമക്കാട് സൂര്യരശ്മി പോലെ തിളങ്ങിക്കൊണ്ട് രണ്ടാമതൊരാദ്യത്തിനെ പോലെ പ്രശോഭിക്കുന്നത് കണ്ട ദശാസ്യൻ മനോഹര ആരണ്യമുള്ളൊരു മാമരയിലേക്ക് കയറി. ഹേ രാമ, അത്ഭുതജനകമായ മട്ടിൽ പുഷ്പക വിമാനം പെട്ടെന്ന് അവിടെ സ്തംഭിച്ചു നിന്നു. യഥേഷ്ടം പോകുന്ന ഈ ദിവ്യവാഹനം അനങ്ങാതെ നിൽക്കുവാൻ എന്തായിരിക്കും കാരണം? അമാത്യന്മാരാൽ ആവൃതനായ അസുരേന്ദ്രൻ ചോദിക്കുകയും ചെയ്തു. എൻ്റെ ഈ പുഷ്പകം യഥേഷ്ടം നടക്കാതിരിക്കുന്നത് എന്ത്? ഈ പർവ്വതത്തിൽ വസിക്കുന്ന ഏതോ ഒരുവൻ്റെ പണിയാകും ഇത്. ബുദ്ധിമാനായ അമാത്യമാരീചൻ ഉണർത്തി. മന്നവേന്ദ്ര, ഈ പുഷ്പകം യാത്ര തുടരാതിരിക്കുവാൻ കാരണമുണ്ടാകും. ഇതിൽ ധനനാഥന് മാത്രമേ കയറുവാൻ അർഹതയുള്ളൂ എന്നായിരിക്കുമോ നിയമം? അദ്ദേഹം ഇല്ലാത്തതിനാലാകുമോ അനങ്ങാത്തത്? ഇവർ ഇങ്ങനെ പലതും സംശയിച്ച് പറയുന്നതിനിടയിൽ കരാളനും കറുത്ത വാനരരൂപിയും കുറിയവനും വികടനും മുണ്ടനം ചെയ്തവനും വക്രഭുജനും എന്നാൽ അമിത ബലവാനും സകല ലോകനാഥനായ ശങ്കരൻ്റെ കിങ്കരനുമായ നന്ദികേശ്വരൻ അവരുടെ സമീപത്തു ചെന്ന് രാക്ഷസേന്ദ്രനോട് നിശംഗം ഇങ്ങനെ അറിയിച്ചു. ഹേ ദശഗ്രീവ, മടങ്ങിപ്പോവൂ. കൈലാസ ശിഖരത്തിൽ മഹാദേവൻ ആനന്ദ നൃത്തം ചെയ്യുകയാണ്. കകങ്ങൾ, നാഗങ്ങൾ, ഗന്ധർവന്മാർ, ദേവന്മാർ, യക്ഷന്മാർ, രാക്ഷസന്മാർ തുടങ്ങി ഏതൊരുവനും പർവ്വതത്തിലേക്ക് കയറരുതെന്നാണ് നിശ്ചയം. നന്ദികേശ്വരൻ്റെ വാക്കുകൾ അസുരേന്ദ്രനെ കോപാകുലനാക്കി. കണ്ണുകൾ രക്തവർണമായി. കുണ്ഡലങ്ങൾ ആട്ടിക്കൊണ്ട് പുഷ്പക വിമാനത്തിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി ചോദിച്ചു, ആരാണല്ലോ ഈ ശിവൻ? ദശാനൻ കൈലാസ ശൃംഗമൂലത്തിലെത്തി സൂക്ഷിച്ചു നോക്കി. മഹാദേവ സമീപത്തിൽ ശൂലം ഊന്നിക്കൊണ്ട് രണ്ടാമത്തെ ശിവനെ പോലെ നിൽക്കുന്ന നന്ദികേശ്വരനെ അരക്കർക്കോൻ കണ്ടു. വാനരവദനായ നന്ദിയെ കണ്ടപ്പോൾ ഇടിനാദം പോലെ പൊട്ടിച്ചിരിച്ച് പരിഹസിക്കുവാൻ തുടങ്ങി. മഹാദേവന്റെ മറ്റൊരു ഉടലായ നന്ദി ക്രുദ്ധനായി. അടുത്തു നിൽക്കുന്ന ദശാസിനോട്, ഹേ ദശകന്ധര, കവിരൂപമാർന്ന എന്നെ പുച്ഛിച്ച് പൊട്ടിച്ചിരിച്ചുവല്ലേ? ഇടുത്തി പോലെയാണ് നിന്റെ ചിരി. അസുര ചക്രവർത്തിയായ ദശഗ്രീവ, എൻ്റെ ശക്തി ചേർന്നവരും എൻ്റെ രൂപമുള്ളവരുമായ യഥാർത്ഥ വാനരന്മാർ കുലത്തോടു കൂടി തന്നെ നശിപ്പിക്കുവാൻ ജനിക്കും. മനോവേഗമുള്ള ആ കവിപ്രമുഖന്മാർ ദംഷ്ട്രകളും നഖങ്ങളുമാകുന്ന ആയുധങ്ങളേന്തി യുദ്ധോന്മത്തന്മാരായി മാമലകൾ പോലെ നടക്കും. ബലോദ്ധതരായ അവർ നിന്റെ പെരിയ അഹങ്കാരവും പല വിധത്തിലുള്ള ഞെളിച്ചിലും അവസാനിപ്പിക്കും. പുത്രന്മാരുടെയും കൂടി അന്ധകരായി തീരും അവർ. എനിക്ക് ഇപ്പോൾ തന്നെ നിന്നെ നിഗ്രഹിക്കുവാൻ കഴിവുണ്ട്, എന്നാലും വധിക്കുന്നില്ല. സ്വകർമ്മങ്ങൾ കൊണ്ട് തന്നെ നീ ഹതനായി കഴിഞ്ഞു. അമേയദേവനായ നന്ദിയുടെ വാക്കുകൾ അവസാനിക്കുമ്പോൾ ദേവഭേരികൾ ശബ്ദിച്ചു. അമ്പരതലത്തിൽ നിന്ന് പുഷ്പങ്ങൾ വർഷിച്ചു. അതുല്യ ബലവാനായ നിശാചരേന്ദ്രന് നന്ദികേശ്വരൻ്റെ വാക്കുകളിൽ അല്പവും ബഹുമാനമേ തോന്നിയില്ല. വെള്ളി മാമലയുടെ അടുത്തു ചെന്ന് ഉഗ്രതയോടെ പറഞ്ഞു, ഹേ പശുപതി, എൻ്റെ പുഷ്പകം പോകുന്നതിനെ തടുത്ത ഈ പർവ്വത ശിഖരത്തെ ഞാനിതാ പറിച്ചു ദൂരത്ത് കളയുകയാണ്. ഒരു രാജാവിൻ്റെ മട്ടിൽ നിത്യവും വിഹരിക്കുവാനുള്ള അന്തസ്സ് എന്തെന്നാണ് അങ്ങേക്കുള്ളത്? ഭയസ്ഥാനം ഇന്നതാണെന്ന് അങ്ങേക്ക് അറിയുവാനും സാധിക്കുന്നില്ല. ഇത്രയും പറഞ്ഞ് അരക്കർക്കോൻ ആ ഗിരിയുടെ അടിയിൽ കൈ കടത്തി ഒന്ന് കുലുക്കി. ചലനരഹിതമായിരുന്ന കൈലാസം ഇളകി. മഹാദേവ പാർഷദന്മാർ വിറച്ചു. ഭവാനി ദേവി ഭയപ്പെട്ട് അഭയമേകുവാൻ ദേവനെ കെട്ടിപ്പിടിച്ചു. രഘുനന്ദന, അപ്പോൾ മഹേശ്വരൻ ദേവപ്രവരനായ ഹരൻ സലീലം കാൽവിരൽ തുമ്പുകൊണ്ട് കുന്നിൻ മുടിയിൽ പതുക്കിയൊന്ന് അമർത്തി. അദ്രി അമർന്നു നിന്നു. നക്തഞ്ചരൻ്റെ കൈകൾ അടിയിൽ. രാക്ഷസ മന്ത്രിമാർ അത്യത്ഭുതപ്പെട്ടു. ദശാസ്യനാകട്ടെ കൈകൾ അമർന്നതിനാലും അരിശത്താലും അതിഘോരമായൊന്നലറി. 3 ലോകങ്ങളും ഇതിനു മുമ്പൊരിക്കലും കേട്ടിട്ടില്ലാത്ത നാദം. കൽപ്പാന്തകാലത്തിലെ ഇടിനാദം എന്നാണ് സജീവന്മാർ വിചാരിച്ചത്. അവിടെ മാർഗമധ്യത്തിൽ നിൽക്കുന്ന ഇന്ദ്രാദി ദേവന്മാർ കിടുകിടെ വിറച്ചു. കടലുകളെല്ലാം കലങ്ങി. അചലങ്ങൾ കുലുങ്ങി. യക്ഷന്മാർ, വിദ്യാധരന്മാർ എന്നിവർ എന്താണിതെന്ന് അത്യത്ഭുതത്തോടെ അന്യോന്യം ചോദിച്ചു. മുറയിട്ടുകൊണ്ട് കൈകളെടുക്കുവാൻ യത്നിക്കുന്ന കൈകസീനന്ദനോട് മന്ത്രിമാർ പറഞ്ഞു, പ്രഭോ, പാർവതി പ്രാണനാഥനായ മഹേശനെ സന്തോഷിപ്പിക്കൂ. അസുര പ്രമുഖനായ ദശാനന, ശ്രീ നീലകണ്ഠനല്ലാതെ മറ്റാരും ഇവിടെ ശരണമായിട്ടില്ല. ദയാവാരിതിയായ പരമശിവനെ ശരണം പൂകി സ്തുതിക്കൂ. തീർച്ചയായും ദേവൻ സന്തുഷ്ടനാകും. അമാത്യന്മാരുടെ അഭിപ്രായമനുസരിച്ച് ദശകന്ധരൻ വൃഷാങ്കനായ മഹേശ്വരനെ സാമവേദ സ്തുതികൾ ചെയ്ത് വണങ്ങി. ഇങ്ങനെ കൈലാസപതിയെ വിളിച്ചു കരഞ്ഞുകൊണ്ട് കൊല്ലങ്ങൾ 1000 പറന്നുപോയി. കൈലാസത്തിൽ വാണരുടുന്ന ശിവപെരുമാൾ പ്രീതനായി.
അരക്കൻ്റെ കൈകൾ വിടർത്തിക്കൊണ്ട് അരുളി ചെയ്തു, ഹേ ദശാനന, നിന്റെ ശൗര്യവും വീര്യവും എന്നെ സന്തുഷ്ടനാക്കി. ഈ കുന്നിനടിയിൽ പരുക തുല്യ ബാഹുക്കൾപ്പെട്ട നീ ഘോരഘോരമായ ആരവം പുറപ്പെടുവിച്ചുവല്ലോ. ആ നാദം കേട്ട് മുപ്പാരും പേടിച്ചു പോയിരിക്കുന്നു. പ്രതിധ്വനി മുഴങ്ങിയിരുന്നു. അതുകൊണ്ട് ഹേ രാജാവേ, രാവണൻ എന്ന പേർ ഇന്നു മുതൽ പ്രസിദ്ധമാകും. ജഗത്തുക്കളുടെ രാവണനായ നിന്നെ ഇന്നു മുതൽ ദേവന്മാരും മനുഷ്യന്മാരും യക്ഷന്മാരും മറ്റു സർവരും രാവണൻ എന്നു വിളിക്കും. ഹേ പൗലസ്ത്യ, നീ ഇച്ഛിക്കുന്ന വഴിക്കു തന്നെ പൊയ്ക്കോളൂ. ഞാനിതാ അനുവാദം തരുന്നു. ഹേ രാക്ഷസനായക, യഥേഷ്ടം യഥാസുഖം പോകൂ. കൈലാസനാഥൻ്റെ അരുളപ്പാട് കേട്ട ലങ്കേശ്വരൻ തുടർന്നു, മഹാദേവ, അവിടുന്ന് എന്നിൽ സന്തുഷ്ടനായെങ്കിൽ ഞാൻ അഭ്യർത്ഥിക്കുന്ന വരം നൽകൂ. ദേവന്മാർ, ഗന്ധർവന്മാർ, ദൈത്യന്മാർ, യക്ഷന്മാർ, ഉരകമുഖ്യന്മാർ, ആശരന്മാർ, മറ്റുള്ള മഹാശക്തന്മാർ, ഇവർ ആരാലും എന്നെ നിഗ്രഹിക്കുവാൻ സാധിക്കരുത്. ദേവദേവ, മനുഷ്യന്മാരെ ഞാൻ തീരെ വില വയ്ക്കുന്നില്ല. അതുകൊണ്ട് അവർ എനിക്ക് നിസാരരാണ്. വിധാതാവിനോട് ചിരായുസ് വരമായി ഞാൻ നേടിയിരിക്കുന്നു. മുപ്പുരാന്തകനായ അവിടുന്ന് ബാക്കി ആയുസ്സും ശസ്ത്രങ്ങളും തരൂ. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.